കൂട്ടുകാരെ, ദേ ഞാനൊന്ന് ചേട്ടായും കൂടെ ചേർന്നിട്ട് നമ്മളൊന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറിയാണ് ഗൈസ് ചേട്ടൻ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അത് ലാസ്റ്റ് ചെട്ടിനാടായോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയണം ഗൈസ്. അപ്പൊ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നമ്മൾ പിന്നെ ചിക്കൻ നേരത്തെ നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില പേസ്റ്റ് ആക്കിയതെല്ലാം കൂടെ പുരട്ടി ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട, ഓവർ ഫ്രൈ അല്ല, അതൊരു ഷാലോ ഫ്രൈ ആയിട്ട് ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ, വെറുതെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ സവാള ഇതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നന്നായിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊരു കറുത്ത ഒരു പരുവായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് മല്ലിപ്പൊടിയാണ് ഗൈസ് ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മൂത്ത് വന്നിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾ മസാലയൊക്കെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇത് ഗരം മസാലയാണ്, നമ്മൾ ഈ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, മസാലക്കൂട്ടാണ്. ചേട്ടൻ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദേ നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അപ്പൊ ഇതിലെല്ലാം നമ്മൾ പേസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മുളക് നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ, ഇത് ഓൾറെഡി ചിക്കൻ കുറച്ച് കുക്ക്ഡാണ്, ഇനി കുറച്ചുകൂടി വെന്താൽ മതി കേട്ടോ. അപ്പൊ അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഇതാണ് സംഭവം ഗൈസ്, കാഷ്യൂനട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് പേസ്റ്റ് രൂപത്തിൽ. അപ്പോൾ ഇത് ഇടുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് ലെവൽ തന്നെ മാറുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ കാഷ്യൂനട്ട്. നമ്മൾ ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ കറിയുടെ ആ ഒരു ഇതൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്താ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലാണ് ഗൈസ് ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ മതി, ഒരു ഹാഫ് പോർഷൻ ഓഫ് തേങ്ങയൊക്കെ എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചെട്ടിനാട് ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ളത് ചെട്ടിനാട് ചിക്കൻ കറി നമുക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്.